What's up, people? This is Kuchimachan and welcome back to another vlog. So, നമ്മൾ നമ്മുടെ എക്സ്പൾസിൽ റേസിൻ്റെ ട്രെയിലർ ടയേഴ്സ് ഇട്ടൊക്കെ കുറേ ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ടയറായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അഡ്വഞ്ചർ 390ൽ നമ്മൾ റേസിൻ്റെ ടൂർ ആർ ടയേഴ്സ് ആയിട്ട് കാരണം നമ്മൾ ട്രെയിലർ 50-50 ആയിരുന്നെങ്കിൽ ഇതൊരു 70-30 ആണ്. 70% റോഡും 30% ആണ് ഓഫ് റോഡും പറയണത്. അപ്പോൾ നമ്മൾ ഇതിട്ട് ഒരു 300-350 കിലോമീറ്റേഴ്സ് ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ച് ഒരു ട്രിപ്പൊക്കെ പോയി ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ എനിക്ക് ആദ്യം ഒരു എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ടൂറാറും ട്രെയിലറും ഭയങ്കര വ്യത്യാസം തോന്നുന്നു. പക്ഷേ അവർ പറഞ്ഞു ടൂറാർ കുറച്ചും കൂടെ റോഡ് വേർഷനാണ് നമ്മുടെ ട്രെയിലറിൻ്റെ. ഓഫ് റോഡ് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിലറിന് കുറച്ചും കൂടെ കട്ടയുടെ ആ ഗ്രൂസ് ഭയങ്കര വലുതായിരുന്നു, അല്ലെങ്കിൽ ആ ബ്ലോക്സ് ഭയങ്കര കട്ടിയുള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏകദേശം അത്ര കട്ടിയുള്ള കുറച്ചും കൂടെ വൈഡർ ടയർ ബ്ലോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ആ ഗ്രൂവ്സ്, ആ ബ്ലോക്സിൻ്റെ ഇടയിലുള്ള ഗ്രൂവ്സും നല്ല രീതിയിൽ ചാനലായിട്ടാണ് പോയിക്കണം. അപ്പോൾ റോട്ടിൽ നമ്മൾ ഓടിക്കുമ്പോൾ വാട്ടർ റിവൈഡിങ് കപ്പാസിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അതെനിക്ക് നന്നായിട്ട് തോന്നി. കാര്യം വെള്ളം നല്ല രീതിയിൽ, അതായത് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു. ഈ വണ്ടിയിൽ മുമ്പ് കിടന്ന ടയറിനെക്കാട്ടും എന്തുകൊണ്ടും എനിക്ക് ഇതിലേക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. മെയിൻലി എനിക്ക് കോർണർ ചെയ്യുമ്പോഴാട്ടോ. എനിക്ക് ഈ ഒരു 70-30 എന്ന് പറഞ്ഞപ്പോഴും ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഇത് കൂടുതൽ എന്നാലും ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിരിക്കും. റോട്ടിൽ നമുക്ക് അത്ര എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ നല്ല കോൺഫിഡൻസ് ആണ്. സൈഡിലുള്ള ആ വോളിൻ്റെ അവിടെയുള്ള ആ ഒരു ഗ്രൂവ്സ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്സ് കുറച്ചും കൂടെ വൈഡറാണ്. അതാണ് എനിക്ക് തോന്നിയത് കൂടുതൽ എനിക്ക് ആ ഒരു ലീൻ കോൺഫിഡൻസ് എനിക്ക് കുറച്ചും കൂടെ കൂടുതലിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡൊന്നും പോയി നോക്കില്ല, ബട്ട് 120 വരെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ റോഡ് ലീഗൽ സ്പീഡ്സിന് ഈ വണ്ടി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായി. ഞാൻ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടൂർ ആർ ടയേഴ്സ് ഇട്ടു. ഞാൻ ട്രെയിലർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം അത് ഞാൻ ഇപ്പോൾ ഹിമാലയനിലും കൂടി ഇട്ടിട്ടുണ്ട് ട്രെയിലർ, അതിലും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് കൂടുതലുള്ള വണ്ടി ഇടുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എനിക്ക് ഇപ്പോൾ എക്സ്പൾസിന് വെയിറ്റ് കുറവും വേറെ വണ്ടികൾക്ക് ഈ വണ്ടികൾക്ക് വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഹിമാലയന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായി. അതിന് സ്റ്റോപ്പിംഗ് പവറൊക്കെ എങ്ങനെയാണ്, ബ്രേക്കിങ്ങിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ടാണ് ഈ വണ്ടി കൂടുതൽ നേരം ഞാൻ ഓടിച്ചേക്കണത്. ഓഫ് റോഡ് ഓടിച്ചപ്പോഴത്തേക്കും ഓൺ റോഡ് ഇടയ്ക്കൊക്കെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും ട്രാക്ഷൻ കട്ടാവണം കേട്ടോ. കൂടുതൽ വൈഡർ ബ്ലോക്സ് ആണ് ഇതിന് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട്സ് നിങ്ങൾക്ക് ഞങ്ങൾ കാണണ്ടാവും. അപ്പോൾ കൂടുതൽ വൈഡർ ബ്ലോക്സ് ആയതുകൊണ്ട് നല്ല ഗ്രിപ്പ് തരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടയേഴ്സ്. കോമ്പൗണ്ട് ത്രെഡ് ടെക്നോളജി വെച്ചിട്ടാണ് ഈ ഒരു ടയർ അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലോങ്ങർ ലൈഫ് കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യണേ. അത് കൂടാണ്ട് ഇതിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസും നല്ലതായിരിക്കും. അതായത് വണ്ടി കൂടുതലും നമ്മൾ ഹൈവേയിലൊക്കെ ഓടി പെട്ടെന്ന് ഹീറ്റ് ആവണതിന് പകരം ആ ഒരു ഹീറ്റൊക്കെ കുറച്ച് വെക്കാനുള്ളൊരു പ്രോപ്പർട്ടിയും കൂടെ ഈ ഒരു ടെക്നോളജി വെച്ച് ചെയ്ത ഈ ടയറിനുണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യണത്. കൂടാണ്ട് ഇതിൻ്റെ സൈഡ് വാൾസും അത്യാവശ്യം സ്ട്രോങ് ആട്ടോ. നല്ല കുഴിയിലൊക്കെ വീണിട്ട് പോലും അലോയിലേക്ക് ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അതുകൂടാണ്ട് പഞ്ചർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടിയും ഈ ഒരു വണ്ടിക്ക് നല്ല കൂടുതലാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയിട്ടും എനിക്ക് ഇതുവരെ എൻ്റെ എക്സ്പൾസിലും ഇതുവരെ പഞ്ചർ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ എക്സ്പൾസ് ഏകദേശം 4000 കിലോമീറ്റർ ഈ ട്രെയിലർ ഇട്ടിട്ട്. അത് കൂടാണ്ട് ഇതും അങ്ങനെ 350 കിലോമീറ്റർ ഓടിയിട്ടും നമുക്ക് അങ്ങനെ ഒരു പഞ്ചറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പഞ്ചർ റെസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോളിഗൺ ഷേപ്പിലാണ് ഇതിൻ്റെ ത്രെഡ്സ് അല്ലെങ്കിൽ ആ ബ്ലോക്സ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇതിന് കൂടുതൽ ട്രാക്ഷനും ഓൺ പോയിൻറ്റ് ബ്രേക്കിങ്ങും നമുക്ക് ഫീൽ ചെയ്യണം ഈ വണ്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ടയർ ഇട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ, എനിക്കൊരു ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടിക്ക് ഒരു ടൂറിംഗ് പേർപ്പസ് ടയറാണ് നോക്കുന്നതെങ്കിൽ, ചെറിയ ഓഫ് റോഡും പക്ക ടൂറിംഗ് പേർപ്പസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ടയറാണ്. എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ്. ഈസി ടു മെനുവർ ആണ് വണ്ടി. അത് ഇട്ടിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പഴയ ടയറിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ടയർ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത്ര ഹൈ സ്പീഡ് നോക്കില്ല, ബട്ട് സ്റ്റിൽ 120 വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വണ്ടി ചെയ്യണ്ടായി. സോ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും റേസിൻ്റെ ടയേഴ്സ് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങളൊരു യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ടയർ എന്നുള്ള കാര്യം. അതുകൂടാണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോകാം. വെബ്സൈറ്റിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അടുത്തുള്ള റേസ് ഷോപ്പിൽ പോയാൽ മിക്ക ടയർ ഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റേസിൻ്റെ ടയേഴ്സ് കിട്ടാനുണ്ട്. അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ടയേഴ്സാണ്, നല്ല ഫീഡ്ബാക്ക് ഉള്ള ടയേഴ്സാണ് നമ്മുടെ റേസിൻ്റെ ടൂറാർ ആൻഡ് ട്രെയിലർ. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഏത് ടയർ ടെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യണതാണ്. റേസിൻ്റെ തന്നെ ഒരു റോഡ് വേർഷനും കൂടി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിൽ അറിയിക്കുന്നതായിരിക്കും ചാനൽ മറ്റൊരു സ്വന്തം